കൃഷി നിയമങ്ങൾ താൽക്കാലികമായി സ്റ്റേ ചെയ്ത സുപ്രീം കോടതി കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വിദഗ്ധ സമിതിയും രൂപീകരിച്ചു. പ്രഥമദൃഷ്ട്യാ അനുകൂലമെന്ന് തോന്നുന്ന ഈ തീരുമാനത്തിൽ പക്ഷേ കർഷകർ അതൃപ്തരാണ്. അവർ സമരം തുടരുകയാണ്. അൻപത് ദിവസത്തിലേറെയായി സമരം തുടരുന്ന കർഷകർക്ക് ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്ന് പ്രതീക്ഷ നൽകുന്ന നടപടികൾ. കൃഷി നിയമങ്ങൾ നടപ്പാക്കുന്നത് നിർത്തിവെക്കാൻ നിർദ്ദേശം. വിവാദ നിയമങ്ങൾ താൽക്കാലികമായി സ്റ്റേ ചെയ്താണ് നടപടി. നിയമങ്ങൾ സ്റ്റേ ചെയ്യരുതെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം തള്ളിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ചിന്റെ ഉത്തരവ്. വിശദമായ വാദം കേൾക്കലിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കാനും മറന്നില്ല കോടതി. പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്രം സ്വീകരിച്ച നടപടികൾ അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനങ്ങൾ. നിയമങ്ങൾ കേന്ദ്ര സർക്കാർ നേരിട്ട് സ്റ്റേ ചെയ്തില്ലെങ്കിൽ സുപ്രീം കോടതി ഇടപെട്ട് സ്റ്റേ ചെയ്യുമെന്നായിരുന്നു വാദത്തിനിടെ കോടതി പരാമർശിച്ചത്. അതേപോലെ പ്രവർത്തിക്കുകയും ചെയ്തു. ഇവിടെ വരെയെല്ലാം കർഷകർക്ക് അനുകൂലം. എന്നാൽ ഇതിനുശേഷം കർഷകരുടെ പ്രശ്നങ്ങളും കർഷക നിയമത്തെയും കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച തീരുമാനം കർഷകർക്ക് അനുകൂലമല്ല. സമരത്തിന്റെ തുടക്കം മുതലേ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചുകൊണ്ടുള്ള പ്രശ്നപരിഹാരത്തെ കർഷകർ എതിർത്തിരുന്നു. കാരണം കേന്ദ്ര സർക്കാരിന് പ്രശ്നത്തിൽ നിന്ന് തലയൂരാനുള്ള അവസരമായാണ് ഇതിനെ കർഷകരും പ്രതിപക്ഷവും വിലയിരുത്തുന്നത്. വിദഗ്ധ സമിതി നിയമങ്ങൾക്ക് അനുകൂലമായ റിപ്പോർട്ട് നൽകിയാൽ ഇത്രനാൾ ചെയ്ത സമരം വെറുതെയാകുമെന്നത് തന്നെയാണ് അതിന് കാരണം. മറ്റൊന്ന് സുപ്രീം കോടതി നിയോഗിച്ച സമിതിയോടുള്ള എതിർപ്പാണ്. 4 അംഗ സമിതിയിൽ 3 പേരും കർഷക നിയമങ്ങളെ അനുകൂലിച്ച് പരസ്യമായി നിലപാടെടുത്തവരാണ്. അങ്ങനെയുള്ള ഭൂരിപക്ഷം അടങ്ങുന്ന സമിതിയിൽ നിന്ന് കർഷകർക്കെതിരായിട്ടുള്ള റിപ്പോർട്ടല്ലാതെ മറ്റെന്ത് പ്രതീക്ഷിക്കാൻ? हम समझते हैं कि सरकार की ये शरारत है कि वो अपने ऊपर से ये प्रेशर कम करने के लिए सुप्रीम कोर्ट के जरिए ये कमेटी वगैरह ले आई, जिसका हमने कल ही विरोध कर दिया था कि हम ऐसी कमेटी के सामने पेश नहीं होंगे. हमारा आंदोलन एज इट इज सरकार के साथ चलता रहेगा. लेकिन वो सारे के सारे जो कमेटी के मेंबर्स हैं वो प्रो गवर्नमेंट है. सारे वो लोग हैं जो अब तक सरकार के कानूनों को सही ठहराते रहे हैं और ऐसे लोगों से कभी भी वो किसान के आंदोलन के बारे में ठीक उनकी राय होगी जो आर्टिकल लिख के प्रेस में जस्टिफाई करते रहे कि ये कानून ठीक है, तो ऐसी कमेटी को तो बिल्कुल ही कोई मान नहीं सकता. वैसे भी हम असूली तौर पे क्लियर है कि ये कमेटियां ये सब कुछ इशू को ध्यान डाइवर्ट करने के लिए है ताकि सरकार से प्रेशर कम हो जाए. तो हमने तय किया है कि हमारा ये आंदोलन चलता रहेगा. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്ന രാഹുൽ ഗാന്ധിയും കൃഷി നിയമത്തിനെതിരെ ശക്തമായാണ് പ്രതികരിച്ചത്. Neglecting is you ignore them. They are not ignoring them. They are trying to destroy them. They are trying to destroy them because they want to benefit 2 or 3 of their friends. They want to give what belongs to the farmer to 2 or 3 of their friends. They want to take the land of the farmer. They want to take the produce of the farmer and they want to give it to their friends. That is what is happening. So the word neglect is too weak a word. I'm very, very proud of what the farmers are doing and I fully support the farmers and I will continue to stand with them. ഇതെല്ലാം ഒരു വശത്ത്. സമിതി രൂപീകരിച്ചതിന്റെ പിറ്റേന്ന് തന്നെ അതിൽ നിന്ന് ഭൂപീന്ദർ സിംഗ് മാൻ പിന്മാറി. കർഷക സമരത്തിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു പിന്മാറ്റം. ചുരുക്കത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനങ്ങളെല്ലാം വെറുതെയായെന്ന് സാരം. കൊടുന്തണുപ്പിനെ അവഗണിച്ച് ഡൽഹിയിൽ സമരം തുടരുകയാണ് കർഷകർ. ഈ അവസരത്തിൽ സമരം നിർത്തിയാൽ ഇത്രനാൾ നേടിയെടുത്ത മുന്നേറ്റം നഷ്ടമാകുമെന്ന തിരിച്ചറിവ് തന്നെയാണ് പ്രതികൂലാവസ്ഥയിലും സമരം തുടരാൻ ഇവരെ പ്രേരിപ്പിച്ചത്. വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും വരെ സമരം നിർത്തിവെച്ചാൽ നിലവിലെ ആവേശത്തോടെ വീണ്ടും ഒരു സമരം ഉയർത്താനാകുമെന്ന വിശ്വാസം ഇവർക്കില്ല. ഷാഹീൻ ബാഗിലെ പോലെ ഒരു പ്രത്യേക മതവിഭാഗമല്ല സമരം ചെയ്യുന്നത് എന്നതിനാൽ ഈ പ്രതിഷേധത്തെ കേന്ദ്രത്തിന് തള്ളിക്കളയാൻ സാധിക്കില്ല. ഉത്തരേന്ത്യയിലെ നിർണായക വോട്ട് ബാങ്കുകളായ ജാട്ടുകളും ഗുർജറുകളും സിഖുകാരും അടങ്ങുന്ന OBC വിഭാഗങ്ങളാണ് സമരം ചെയ്യുന്നവരിലേറെയും.
തമിഴ്നാട്ടിലെ പൊങ്കൽ ആവശ്യത്തിനൊപ്പം രാഷ്ട്രീയ നീക്കങ്ങളും സജീവം. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്ക് പുറമെ RSS തലവൻ മോഹൻ ഭാഗവത്, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ തമിഴ്നാട്ടിലെ പൊങ്കൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. வாழ்த்துக்கள். புது வீரருக்கு ஜோர கைத்தடி வரவேறுங்க. புது வீரர்களை வருக வருக வரவேற்கின்றோம். அனைவருக்கும் இனிய தை திருநாள் பொங்கல் நல்வாழ்த்துக்களை அன்போடு தெரிவித்துக் கொள்கின்றோம். அவனியாபுரம் ஜல்லிக்கட்டு விழாவிற்கு தேசிய காங்கிரஸ் கட்சி தலைவர் ராகுல் காந்தி அவர்களை അവനിയാപുരം ജല്ലിക്കട്ട് വിള കമ്മിറ്റി സാർവകവും അവനിയാപുരം ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാട്. അതുകൊണ്ട് തന്നെയാകണം തമിഴ് സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ആഘോഷമായ പൊങ്കൽ തന്നെ വോട്ടുറപ്പിക്കാനുള്ള നീക്കങ്ങൾക്കായി ദേശീയ പാർട്ടികൾ തെരഞ്ഞെടുത്തത്. 2 ദേശീയ പാർട്ടികളുടെ കേന്ദ്ര നേതാക്കളാണ് ഒരേ സമയം തമിഴ്നാട്ടിലെ പൊങ്കൽ ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. ഒപ്പം RSS മേധാവി മോഹൻ ഭാഗവതും. ദേശീയ പാർട്ടികൾക്ക് ഒരിക്കൽ പോലും കേവല ഭൂരിപക്ഷം നേടാനാകാത്ത തമിഴ് മണ്ണിൽ വോട്ടുറപ്പിക്കാനുള്ള നീക്കത്തിലാണ് BJP. ഹിന്ദി ഭാഷ നിർബന്ധമാക്കൽ, നീറ്റ് പരീക്ഷ വിവാദങ്ങൾ പോലുള്ളവ തിരിച്ചടിയായി നിൽക്കുമ്പോൾ ആ വിരുദ്ധ തരംഗത്തെ മറികടക്കുകയാണ് JP നദ്ദയുടെ ലക്ഷ്യം. ഭാഷയും പാരമ്പര്യവും സംസ്കാരവും തമിഴ്നാട്ടിൽ എക്കാലത്തും തെരഞ്ഞെടുപ്പിൽ ചെലവാകുന്ന വിഷയങ്ങളാണ്. ഉത്തരേന്ത്യൻ പാർട്ടി എന്ന പ്രതിച്ഛായ എങ്ങനെയും മാറ്റിയെടുത്ത് പേരുറപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നദ്ദയുടെയും ഭാഗവതിന്റെയും വരവ്. നമ്മ ഒരു പൊങ്കൽ എന്ന പേരിലായിരുന്നു BJPയുടെ ആഘോഷം. മധുരവയലിൽ 1500 അടുപ്പുകളിൽ JP നദ്ദയുടെ നേതൃത്വത്തിൽ പൊങ്കൽ തയ്യാറാക്കി. മോഹൻ ഭാഗവത് ഗോപൂജയും ക്ഷേത്രദർശനവുമായി ആഘോഷത്തിന്റെ ഭാഗമായി. ഇരുവരും എത്തിയത് തമിഴ് ശൈലിയിൽ മുണ്ടും ഷർട്ടും മേൽമുണ്ടുമൊക്കെ ധരിച്ചായിരുന്നു. പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ പൊങ്കൽ ആശംസയും നേർന്നു. നമിത, ഖുഷ്ബു അടക്കമുള്ള താരങ്ങൾ വീടുകൾ കയറി കേന്ദ്ര സർക്കാരിന്റെ കർഷക നയങ്ങൾ വിശദീകരിച്ചാണ് ആശംസകൾ നേർന്നത്. മധുര അവനിയാപുരത്ത് ജല്ലിക്കെട്ട് മത്സരവേദിയിലേക്കാണ് രാഹുൽ ഗാന്ധി എത്തിയത്. ഗ്രാമീണർക്കൊപ്പം ജല്ലിക്കെട്ട് ആസ്വദിച്ചും പൊങ്കൽ സദ്യയുണ്ടും രാഹുൽ കളം നിറഞ്ഞു. ഒപ്പം ജല്ലിക്കെട്ടിനെ പുകഴ്ത്തി 2 വാക്ക് പറയുകയും ചെയ്തു. Why Tamil people appreciate Jallikattu? I must also say something. There was a sense, many people had mentioned to me that Jallikattu is harmful to the bulls. I witnessed it today, and I must say that the way it was done today, there was absolutely no chance of either the bull getting injured. In fact, if anyone was likely to get injured, it was the young men who were doing Jallikattu. So I'm happy to say that there have been some changes to make it safer for everybody. All the youngsters who took part in Jallikattu today, and give best wishes to everybody. ജല്ലിക്കെട്ടിനെ നിരോധിക്കുന്നത് UPA കാലത്താണെന്ന മറുപടിയും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായി. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിനെ കുറിച്ച് വിമർശന സ്വരത്തിലാണ് കമലഹാസനും പ്രതികരിച്ചത്. എങ്കിലും BJPയുടെ ഒരു മുഴമേറിന് ഒപ്പം പിടിക്കാൻ തമിഴ്നാട്ടിൽ കോൺഗ്രസിന് സാധിച്ചു. ഇതിന്റെ മേന്മ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനല്ല, മറിച്ച് സഖ്യകക്ഷിയായ DMK-ക്കാണ്. രാഹുലിനൊപ്പം വേദിയിലെത്തിയത് DMK-യുടെ യുവജന വിഭാഗം സെക്രട്ടറി ഉദയനിധി സ്റ്റാലിനാണ്. കമലഹാസന്റെ സ്ഥാനാർത്ഥിത്വം, ശശികലയുടെ ജയിൽ മോചനമെല്ലാം തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ തീർക്കുമെന്ന് ഉറപ്പാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോവിഡ് വാക്സിൻ കുത്തിവയ്പ് യജ്ഞത്തിന് തുടക്കമായി. രാജ്യത്തെ 3.5 കോടിയോളം വരുന്ന ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് മുന്നണി പോരാളികൾക്കുമാണ് മുൻഗണന. आज के दिन का पूरे देश को बेसब्री से इंतजार रहा है
और भारत वैक्सीनेशन के अपने पहले चरण में ही 3 करोड़ लोगों का टीकाकरण कर रहा है। दूसरे चरण में हमें इसको 30 करोड़ की संख्या तक ले जाना है। कोरोना वैक्सीन की 2 डोज लगनी बहुत जरूरी है। 1 डोज ले लिया और फिर भूल गए, ऐसा गलती मत करना। और जैसा एक्सपर्ट्स कह रहे हैं, पहली और दूसरी डोज के बीच लगभग 1 महीने का अंतराल भी रखा जाएगा। ഒടുവിൽ കോവിഡ് വാക്സിൻ കുത്തിവയ്പ് തുടങ്ങി. ജനസംഖ്യയിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യത്ത് കോവിഡിനെതിരായ കുത്തിവയ്പ് യജ്ഞത്തിന് തുടക്കമായി. ഏറ്റവും വേഗത്തിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്കും ജനങ്ങളിലേക്കും വാക്സിൻ എത്തിക്കാൻ നടത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ കോവിഡ് വിതരണ യജ്ഞവും ഇന്ത്യയിലേതായിരുന്നു. ആദ്യം വാക്സിൻ വിതരണം തുടങ്ങി ചൈനയിലും റഷ്യയിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും എങ്ങും കാണാത്ത തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും സജ്ജീകരണങ്ങളുമായിരുന്നു ഇന്ത്യയിലുടനീളം കണ്ടത്. കോവിൻ എന്ന ആപ്പിന്റെ സഹായത്തോടെയാണ് വാക്സിൻ വിതരണം. 3.5 കോടിയോളം വരുന്ന ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് മുന്നണി പോരാളികൾക്കുമാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുന്നത്. 2ാം ഘട്ടത്തിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും രോഗവ്യാപന സാധ്യത ഏറിയ 50 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കുമാണ് വാക്സിൻ നൽകുന്നത്. 1.65 കോടി കോവിഷീൽഡ് കോവാക്സിൻ ഡോസുകളാണ് ആദ്യം അനുവദിച്ചത്. രണ്ട് ഡോസുകളായാണ് വാക്സിൻ വിതരണം നടത്തുന്നത്. ആദ്യ ഡോസ് നൽകി 14 ദിവസത്തിന് ശേഷമേ രണ്ടാമത്തെ ഡോസ് നൽകൂ. ഏത് വാക്സിന്റെ ഡോസാണോ ആദ്യം നൽകിയത് ആ വാക്സിൻ മാത്രമേ രണ്ടാമത്തെ ഡോസായും നൽകാവൂ. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് വാക്സിൻ നൽകാൻ നിർദ്ദേശം. ഗുരുതരമായ അലർജി പ്രശ്നങ്ങളുള്ളവർ, ഗർഭിണികൾ, ഗർഭിണിയാണോ എന്ന് സ്ഥിരീകരിക്കാത്തവർ, മുലയൂട്ടുന്ന അമ്മമാർ തുടങ്ങിയവരിൽ വാക്സിൻ നൽകരുതെന്നാണ് മാർഗനിർദ്ദേശം. താൽക്കാലികമായ പ്രത്യാഘാതങ്ങൾ പ്രത്യക്ഷപ്പെടുന്നവർക്ക് അസ്വസ്ഥതകൾ പൂർണ്ണമായും മാറിയ ശേഷം 4 മുതൽ 8 ആഴ്ചയ്ക്കുള്ളിലെ രണ്ടാമത്തെ ഡോസ് നൽകാവൂ എന്നാണ് മാർഗരേഖ. മരുന്നിനെ തുടർന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികൾ മരുന്ന് നിർമ്മാണ കമ്പനികളായിരിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇത്രമാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് മരുന്ന് വാങ്ങാൻ മറ്റു രാജ്യങ്ങൾ ക്യൂവിലാണ്. വിലക്കുറവ് തന്നെയാണ് പ്രധാന കാരണം. നേപ്പാൾ 12 ലക്ഷം കോവിഡ് വാക്സിൻ ഡോസുകളും ഭൂട്ടാൻ 10 ലക്ഷം ഡോസുകളുമാണ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബംഗ്ലാദേശ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞു. 3 കോടി കോവിഷീൽഡ് വാക്സിനാണ് ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ ഒരുങ്ങുന്നത്. ശ്രീലങ്കയും മരുന്നിനു വേണ്ടി അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. മാലേദ്വീപും ഇന്ത്യയിൽ നിന്ന് വാക്സിൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ കോവിഡ് വാക്സിൻ നൽകാനുള്ള സന്നദ്ധത ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ അറിയിച്ചിട്ടുമുണ്ട്. വാക്സിനുകളുടെ വിപണനത്തിന് അംഗീകാരം ലഭിച്ച ശേഷമായിരിക്കും വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിതരണം ആരംഭിക്കുക. ഇതിനുശേഷം അയൽരാജ്യങ്ങൾക്കുള്ള വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. തേടുന്ന കാലം ഇവിടെ വേറിട്ട കാഴ്ചയാവുകയാണ് നാഗാലാൻഡിൽ നിന്നുള്ള ഈ ദൃശ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ദൃശ്യമാണിത്. 100ഓളം പേർ ചേർന്ന് കൊക്കയിലേക്ക് മറിഞ്ഞ ഒരു ട്രക്കിനെ മുകളിലേക്ക് വലിച്ചു കയറ്റുന്ന കാഴ്ച. നാഗാലാൻഡിലെ കുത്സപ്പോ ഗ്രാമത്തിൽ നിന്നുള്ള ദൃശ്യമാണിത്. ദീമാപൂരിൽ നിന്ന് ഇഞ്ചിയുമായി പോയ ട്രക്ക് നിയന്ത്രണം നഷ്ടമായി ഏകദേശം 70 അടി താഴ്ച വരുന്ന കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. ചരക്കോട് കൂടിയുള്ള ഈ ലോറി നാട്ടുകാർ വടവും കയറുമൊക്കെ ഉപയോഗിച്ച് കെട്ടിവലിച്ച് കയറ്റുകയാണ്.
ഏകദേശം 100ഓളം പേർ ചേർന്ന് മണിക്കൂറുകളോളം പ്രയത്നിച്ചാണ് ലോറിയെ മുകളിലേക്ക് എത്തിച്ചത്. ചെങ്കുത്തായ കയറ്റത്തിലൂടെ ലോറി വലിച്ചു കയറ്റാൻ മുളയും മറ്റു തടികളുടെ കഷ്ണങ്ങളുമൊക്കെ തറയിൽ പാകിയിരുന്നു. മഞ്ഞു വീണ് നനഞ്ഞ മണ്ണിൽ ഭാരം കാരണം ട്രക്ക് താഴ്ന്നു പോകാതിരിക്കാനാണ് ഇതെല്ലാം ചെയ്തത്. ഒടുവിൽ നാട്ടുകാരുടെ പരിശ്രമം ഫലം കണ്ടു. ട്രക്ക് വലിച്ചു കയറ്റി. തുടക്കം മുതൽ ഇതെല്ലാം മൊബൈലിൽ ചിത്രീകരിച്ചവർ ദൃശ്യം സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ഇത് വൈറലാവുകയും ചെയ്തു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചു. അന്തർദേശീയ വ്യോമയാന ചരിത്രത്തിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ച് ഇന്ത്യൻ വനിതകൾ. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വ്യോമപാതയിലൂടെ വിമാനം പറത്തി എയർ ഇന്ത്യയുടെ വനിതാ പൈലറ്റുമാരുടെ സംഘം. ഇന്ത്യൻ വനിതാ ശക്തിയുടെ ഏറ്റവും പുതിയ ദൃഷ്ടാന്തം. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആകാശയാത്രയിൽ വിമാനം നിയന്ത്രിച്ചത് എയർ ഇന്ത്യയുടെ വനിതാ പൈലറ്റുമാരുടെ സംഘം. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ബംഗളൂരുവിലേക്കായിരുന്നു ഫ്ലൈറ്റ്. ദൈർഘ്യമേറിയ വ്യോമപാതയിലെ ആദ്യ സർവീസ് കൂടിയായിരുന്നു ഇത്. Very excited because we were more excited about the route because North Pole is not everyone gets to see and next to North Pole. So we're very excited about that. It's like one of my things on the bucket list which I wanted to do. So it's tick mark now. So yes. നാല് വനിതകൾ ചേർന്ന് പറത്തിയത് 16,000-ലേറെ കിലോമീറ്റർ. 14 മണിക്കൂറോളം എടുത്തു സർവീസ് പൂർത്തിയാക്കാൻ. ഉത്തര ധ്രുവത്തിലൂടെയുള്ള വിമാനപാത കൂടിയായിരുന്നു ഇതെന്ന പ്രത്യേകതയുമുണ്ടായിരുന്നു ഈ യാത്രയ്ക്ക്. ഇതാദ്യമായാണ് ഒരു വനിതാ ടീം ഉത്തര ധ്രുവത്തിന് മുകളിലൂടെ ദൈർഘ്യമേറിയ വിമാനയാത്ര നയിക്കുന്നത്. Since we fly the Boeing 777s, it is an ultra long range aircraft, so we do 15 to 16 hour long flights. So it's a bit of a difference, but in the long run it makes a huge, comparatively it makes a lot of difference because every flight, this particular flight we've saved 10 tons of fuel. So if we continue to do these routes, we are saving a lot of fuel to the airline and we're making the environment much safer and reducing the carbon print. So it makes a lot of difference eventually. Well, I won't say experiments. A lot of planning goes into this because there's a lot of safety concerned. You can't just start off a route or a sector or, you can't. There's a lot of planning. A lot of safety has to be taken care of, the weather, so all that has been planned. This has been going on for more than a year now. ക്യാപ്റ്റൻ സോയ അഗർവാൾ ആയിരുന്നു 4-അംഗ പൈലറ്റ് സംഘത്തെ നയിച്ചത്. ക്യാപ്റ്റൻ തന്മയി, ക്യാപ്റ്റൻ ആകാംക്ഷ സോനാവാരെ, ക്യാപ്റ്റൻ ശിവാനി മനാസ് എന്നിവരായിരുന്നു സംഘത്തിലെ മറ്റു പൈലറ്റുമാർ. വളരെയധികം പരിചയസമ്പത്തും സാങ്കേതിക വൈദഗ്ധ്യവും ആവശ്യമുള്ള ഒരു ദൗത്യമായിരുന്നു ഇത്. That this journey of 17 hours was performed over the North Pole, leading to so much of fuel saving. But it's a record, and I'm so happy that the record has been set by our lady pilot. ബോയിങ് 777-200 LR വിമാനമാണ് ഫ്ലൈറ്റിനായി ഉപയോഗിച്ചത്. 238 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. സർവീസ് വിജയകരമായി പൂർത്തിയാക്കിയ സംഘത്തെ കെമ്പഗൌഡെ വിമാനത്താവളം ഊഷ്മളമായി വരവേറ്റു. മഞ്ഞുമൂടിയ മലനിരകളും നിരത്തുകളും മരങ്ങളുമൊക്കെ മനോഹര കാഴ്ചയാണ്. മഞ്ഞുവീഴ്ച പരിചിതമല്ലാത്തവർക്ക് ഇതൊരു പുതു അനുഭവമാണ്. കാഴ്ചയുടെ നവ്യാനുഭവം പകരുമ്പോഴും മഞ്ഞുകൊണ്ടുള്ള ദുരിതങ്ങളും ചില്ലറയല്ല. കശ്മീരിലെ മഞ്ഞുവീഴ്ചയുടെ വ്യത്യസ്ത അനുഭവങ്ങൾ കാണാം.
ജമ്മു കാശ്മീർ എന്നാൽ കാഴ്ചയുടെ വസന്തമാണ്. പ്രത്യേകിച്ച് മഞ്ഞുകാലം എത്തിയാൽ ടൂറിസ്റ്റുകളുടെ വരവാണ്. വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ചു കഴിയുന്നവർക്ക് മഞ്ഞുകാലം വരുമാനത്തിൻ്റേതു കൂടിയാണ്. ആകെ മൊത്തം സന്തോഷകരമായ അവസ്ഥ. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ മഞ്ഞിൽ കളിച്ചും അതിന്റെ സൗന്ദര്യം നുകർന്നും പുതിയ അനുഭവങ്ങൾ സ്വരുക്കൂട്ടുകയാണ് വിനോദസഞ്ചാരികൾ. അവർക്കായി വേണ്ടതെല്ലാം ഒരുക്കി തദ്ദേശീയർ. ഫോട്ടോഷൂട്ടുകളും മഞ്ഞിലെ ഐസ് ഹോക്കിയും സ്കേറ്റിംഗുമൊക്കെയായി എങ്ങും ആഘോഷ കാഴ്ചകൾ. മഞ്ഞു കൂടുമ്പോൾ അതിൽ ശില്പങ്ങൾ ഒരുക്കുന്നവരും കുറവല്ല. കുറഞ്ഞ താപനില ശില്പങ്ങൾ ഉരുകാതെ സംരക്ഷിക്കുകയും ചെയ്യും. തണുത്തുറഞ്ഞ ദാൽ തടാകം ക്രിക്കറ്റ് മൈതാനമാക്കി കുട്ടികളും മുതിർന്നവരും. ഐസ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകാനുള്ള ഈ ഉത്തമാവസരം കശ്മീർ കളഞ്ഞുകുടിച്ചില്ല. ഖേലോ ഇന്ത്യയുടെ സഹായത്തോടെ ഹോക്കി മത്സരങ്ങളും ഒരുക്കി. കശ്മീരിൽ ആദ്യമായി രാത്രിയിലും ഹോക്കി മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ആഘോഷങ്ങളും കായിക വിനോദങ്ങളുമെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് മഞ്ഞുമൂടിയ പാതകൾ താണ്ടാനാകാതെ കുരുങ്ങിക്കിടക്കുകയാണ് ഒരു കൂട്ടം ട്രക്ക് ഡ്രൈവർമാർ. കശ്മീരിലേക്കുള്ള അവശ്യവസ്തുക്കളുമായി എത്തിയതാണിവർ. ശക്തമായ മഞ്ഞുവീഴ്ച കാരണം ദേശീയപാത അടഞ്ഞതോടെ മുന്നോട്ടും പിന്നോട്ടും പോകാനാകാതെ ശരിക്കും പെട്ടുപോയ അവസ്ഥയിലാണിവർ. रोड तो सर हमेशा हमारे को रोड की परेशानी रहती है. वैसे 8 दिन 9 दिन हो गए रोड में सर जी कहने का मकसद ये है कि ये 4 लाइन है. आप देखिए सर कहाँ 4 लाइन है, दिख रहा है सर कुछ गाड़ियों की परेशानी है. 4 लाइन तो हमारे लोडिंग वाली गाड़ी के लिए तो है नहीं. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.